നമസ്കാരം, ഞാൻ ലിജി ജോൺ. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം. നീ ഓടിയാ? മൊത്തം ഓടിയാ? ഇഷ്ടായോ ഓടിയത്? എങ്ങനെയുണ്ടെന്ന് ഓട്ടം? കൂട്ടുകാരൊക്കെ തോൽപ്പിച്ചു? നീ ഇത്തിരി തോൽപ്പിച്ചു അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞ നിന്റെ? സിയാനല്ലേ? ഓക്കെടാ. എത്ര വയസ്സായി? 27. എന്ത് തോന്നുന്നു ഈ ഓട്ടം ഈ പ്രായത്തിലും? ചെറുപ്പത്തിൽ ഓടുമായിരുന്നു. അതെ, അതേ തുടർന്ന് പോണേ. ഇക്കടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് അയ്യപ്പൻ. ബ്രോ, എന്ത് പേര്? എൻ്റെ പേര് നൈറ്റോ. എത്ര കിലോമീറ്റർ ഓടി? 10. എന്ത് തോന്നുന്നു ഓട്ടം? കുഴപ്പമില്ല, ഞാൻ 10 ചെയ്യാറില്ല, 42 ചെയ്യാറ്. അതെ, പിന്നെ പ്രാക്ടീസ് ഇല്ല. അതെ, അതിൻ്റെ ഒരു കുറവുണ്ട്. ഓക്കെ. ടീമാണ് ഇവിടെ മുതല് 62ാമത്തെ വയസ്സിൽ മനുഷ്യനാണത്. രാവിലെ ബെഡിൽ കിടന്ന് ഉറങ്ങണവർക്കുള്ള ഒരു ആ നാണക്കേടുണ്ടല്ലോ, അവർക്കുള്ള 62ാമത്തെ വയസ്സിലും ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് എത്രാമത്തെ വർഷമാണ് ഈ പരിപാടി നടത്തുന്നത്? ഇത് ഫസ്റ്റ് ടൈമാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ള തലമുറയ്ക്ക് ഒരു പ്രയോജനമായിട്ട് അവരിത് കണ്ടിട്ട് അവർ അടുത്ത പ്രാവശ്യം ഇത് മുൻകൈയിൽ നിന്നിട്ട് ചെറിയ പിള്ളേർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ ചെയ്തിട്ടുള്ളത്. മെഡൽ മാത്രമാണ്? പ്രൈസ് മണി ഉണ്ട്? പ്രൈസ് മണി ഉണ്ട്, 5000 ഉണ്ട്, 10,000 ഉണ്ട്, അങ്ങനെ എല്ലാ കാറ്റഗറിയിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെല്ലാവരും ഒരു രാഷ്ട്രീയമായിട്ടോ പാർട്ടിയായിട്ടോ ഒരു കാര്യമില്ല, എല്ലാ ക്ലബ്ബുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണത്. അതുകൊണ്ട് തന്നെ അപ്പം വിജയമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന്. ഓക്കെ, താങ്ക് യു. രാജുമുക്കാ, എന്താ തോന്നുന്നു? നീ എവിടെ ഇരുന്നാ? വയനാടിന്റെ രോമാഞ്ചം. ചേച്ചി, എന്ത് തോന്നുന്നു ഈ പ്രായത്തിലും പുതുതലമുറയോട്? 4ാം ക്ലാസ് മുതൽ ഓടാൻ ഇറങ്ങിയതാ. 64 വയസ്സുണ്ട്. അതെ, ജീവിതം തന്നെ സ്പോർട്സിന് വേണ്ടി കളഞ്ഞു. ഇനി മറ്റൊരു വഴിയുമില്ല, അതുകൊണ്ട് ഓടാൻ തന്നെ തീരുമാനം. സ്കൂൾ ലെവലിലൊക്കെ ഏതെങ്കിലും? സ്കൂൾ ലെവലും പിന്നെ എല്ലാം പ്രൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 രാജ്യം 10 പ്രാവശ്യം പോയി ഇന്ത്യക്ക് എടുത്ത മെഡൽ.
ഞാൻ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശിയാണ്. അതെ, ഇത്രയും ദൂരം ഇതിനു വേണ്ടി വന്നതാണ്. ഇതിനുള്ള പാഷൻ ഞാൻ ഓടാൻ വന്നത് ഞാനിങ്ങനെ ഓട്ടം ഉണ്ടെന്നറിഞ്ഞാൽ പോകും, എൻ്റെ കൂടെ ഓടുന്നവരൊക്കെ അറിയിപ്പിക്കും. അതെ, പിന്നെ ഞാനിവിടെ ഓടാൻ വന്ന് എന്നെ എല്ലാ ഇതിലും കൊണ്ട് പ്രോത്സാഹിപ്പിച്ച് ഇതിൻ്റെ ഇതിനകത്തുള്ള ഒരാളുടെ വീട്ടിലായിരുന്നു എന്നെ ഇന്നലെ കൊണ്ടുപോയി താമസിപ്പിച്ച് ജലാല് സാറിൻ്റെ. പിന്നെ എല്ലാവരും വലിയ സഹകരണമായിരുന്നു. സംഘാടകരൊക്കെ അതെ, സംഘാടകരൊക്കെ വലിയ സ്നേഹവും നല്ല രീതിയിൽ പ്രോഗ്രാമൊക്കെ ഓർഗനൈസ്. അതെ അതെ എല്ലാമായിരുന്നു. ഓക്കെ, വളരെ മോട്ടിവേഷൻ 76 വയസ്സിലും തിളങ്ങുന്ന യുവത്വം. പേര് നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ മുത്ത്. തൃശ്ശൂർ അത്താണി. Hello Padu, a very good morning to all. Run Padu run. We have successfully completed our 5K, 10K and 21K. Change yourself, challenge yourself. We welcome all the marathons to Padu. Thank you. We are coming to the end of Run Padu Run 2021. We also assure all the participants that in 2022 we will be conducting Run Kerala Run in Padur. റോൾ മോഡൽ ഓഫ് മാരത്തൺ 79 വയസ്സ്. ബോബി ചെമ്മണ്ണൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി എല്ലാം കളറാവും. അപ്പോൾ എല്ലാവരും ഇനിയുള്ള പരിപാടികൾ സൂക്ഷ്മമായി കാണുക. വേദിയിലേക്ക് ഇറങ്ങിയിരിക്കണമെന്ന് അപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ബോട്ട് ഇതാ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. Hello Padur, welcome to the Run Padur Run 2021. Boche, boche, hey, boche, 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 boche. നമ്മുടെ സ്വന്തം യങ്സ്റ്റേഴ്സ് എന്നാണ് സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ 79 വയസ്സായ ഒരാളുണ്ട്, 64 വയസ്സായ ഒരു ലേഡി ഉണ്ട്. അങ്ങനെ 69, 79, 63 പാടൂക്കാരനായിട്ടുള്ള ഒരാളുണ്ട് 62 വയസ്സിൽ. 62ാമത്തെ വയസ്സിൽ സ്വന്തം ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ആളാണ്. അങ്ങനെ ഒരുപാട് യുവാക്കളെ ട്രെയിൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും ഇതിലുണ്ടെന്നുള്ളതാണ്. അതാണ് ഈ പരിപാടിയുടെ വിജയം. അവര് ഈ 79 വയസ്സായിട്ടുള്ള ജോസ് ഏട്ടൻ ചെരുപ്പ് പോലും ഇല്ലാതെയാണ് ഓടിയത്. അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പാടൂർ ബോബി ചെമ്മണ്ണൂർ ബോച്ച് ഫാൻസ് അസോസിയേഷൻ പാടൂർ ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇത് അല്ലാതെ നിങ്ങളിത് കാണുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾക്ക് ഇത് വിശ്വസിക്കാമോ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത്തരത്തിലുള്ള അപൂർവ നിമിഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പാടൂർ ഇതാ സ്നേഹം കൊണ്ട് ലോകം കീഴ്പ്പെടുത്താം എന്ന് പഠിപ്പിച്ച ഒരേ ഒരു എന്റർപ്രണർ, ദ സക്സസ്ഫുൾ ബിസിനസ്മാൻ, ദ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ. ഇവിടെ പാടൂർ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരുന്നു ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പാടൂർ തുടങ്ങുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി
നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന്റെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ബോബി ഫാൻസിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആദ്യത്തെ സഹായം ബോബി ഫാൻസ് ആപ്പിലൂടെ ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാണ്. അത് ഇവിടുത്തെ